എന്താ നമ്മുടെ സ്പെഷ്യലിന്റെ പേര്? ബിരിയാണി. യെസ്, നൂൽപുട്ട് വെജിറ്റബിൾ ബിരിയാണി. ഒരു സ്വല്പം സാമ്പിൾ നോക്കട്ടെ. ആദ്യം സ്ഥിര കൈകള്. ഇന്ന് ഞാൻ ആദ്യം ഒന്ന് സാമ്പിൾ നോക്കട്ടെ. എങ്ങനെയുണ്ട്? പൊളിയാണോ? ഒരുപാട് എന്തുണ്ട്? ബിരിയാണി. യെസ്, ഒരുപാട് ബിരിയാണികളുണ്ട്. എന്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് ഇത്, നൂൽപുട്ട് ബിരിയാണി. അമ്പലിന്റെ ഫേവറേറ്റ് അല്ലല്ലോ? എന്റെ ഫേവറേറ്റ് എന്താ? എരുണ്ടോ കുറച്ച്? എരു ബിരിയാണിക്ക് എരില്ലായിരിക്കും. പിന്നെ അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട്, പിന്നെ ഇതൊക്കെ മുഴുവനായിട്ട് കാണാം. ഒരു കിലോ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ ചെറിയ നൈസായിട്ടുള്ള നൂലുള്ള ഇടിയപ്പമാണ് ഈ കാണുന്നത്. അതിലേക്കൊരു 4 വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് വേണം. ക്യാപ്സിക്ക 1/4 കിലോ, പിന്നെ ഈ കിഴങ്ങ് 1/4 കിലോ, പിന്നെ ക്യാരറ്റ് 1/4 കിലോ. ഇത് കോളിഫ്ലവറാണ്, അതും 1/4 കിലോ ഉള്ളതാണ്. ഇതിപ്പോൾ ഒരു പച്ചപ്പട്ടാണി ഒരു 100 മില്ലിൻ്റെ ഗ്ലാസ് ഉള്ളതാണ്. ഇത് സോയാബീൻ ചങ്കാണ്, അതൊരു 100 മില്ലി ഗ്ലാസ്സില്ല. ഇതൊരു 50 ഗ്രാം വീതം മല്ലിച്ചപ്പും പുതിനയും. ഇത് മല്ലിച്ചപ്പും പുതിനേൻ്റെയും തണ്ട് മുറിച്ചതാണത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു 4 പച്ചമുളക് ചതച്ചതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നൂൽപുട്ട് ഇടിയപ്പം എന്ന് പറഞ്ഞ സാധനം ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചിടണം. പറ്റ ചെറുതാവും വേണ്ട, ഈ ഒരു സൈസിൽ അങ്ങനെ ഇട്ടാൽ മതി. ഇതാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ബൗളിലേക്ക് ഇട്ടുവെക്കുക. ഇത് സോയാ ചങ്കിൻ്റെ ചെറിയ സൈസാണ്. അത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ അത് മുക്കി വെക്കുക. അത് കഴിഞ്ഞാൽ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ടൊന്ന് കഴുകി വെച്ചാൽ മതി. ഇനി റോസ് എസൻസ് ആണ്. എൻ്റെ അടുത്ത് എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ റോസ് എസൻസ് 2 തുള്ളി ഒറ്റിച്ചിട്ട് ഒരു വെള്ളത്തിൽ ആക്കിയാണ്. ഒരു 10 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, നമ്മൾ സാധാരണ അരിഞ്ഞത് ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള അരിയിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതൊന്ന് വാടി വരുന്ന സമയത്ത് ഉപ്പിടുക, ഉപ്പ് ആവശ്യത്തിനിടുക. അങ്ങനെ അധികം വാടുന്നില്ല, ഈ ഒരു ലെവലിൽ വാടി കിട്ടിയാൽ മതി, പറ്റ കറക്കണമെന്നില്ല. ഇത് മല്ലിച്ചപ്പിൻ്റെയും പുതിനൻ്റെയും ഇല അളഞ്ഞിട്ടുള്ള തണ്ടാണ് ഈ കാണുന്നത്. ഇത് 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരച്ചത്. ഇത് അരക്കന്നെ വേണം, കഷ്ണം ഇടരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഇഞ്ചി, അതിന് 1.5 ടേബിൾ സ്പൂണ് അരച്ചതാണ്. പച്ചമുളക് ഒരു 4 ഞാൻ ചതച്ചിട്ടുണ്ട്. ഇനി എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കുകയും ചെയ്യാം. സോയാ ചങ്ക് ആദ്യം ഇടുക, അപ്പോൾ അതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കോളും. അതിലേക്ക് പിന്നെ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ 1 സ്പൂണ് കവിഞ്ഞിട്ട് മുളക് പൊടി ഇടുക. ഇത് മുളക് പൊടിയാണ്, കാശ്മീർ മുളക് പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഗരം മസാലൻ്റെ പൊടി ഇടുക, അതുപോലെ 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇടുക. ഇത് പൊട്ടറ്റോ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇതിൻ്റെ കൂട്ടത്തിലിടുക. മസാലപ്പൊടി ഇട്ട ഉടനെ തന്നെ ഇതെല്ലാം ഇട്ട് പോകും. ഇത് ക്യാരറ്റാണ്, ക്യാരറ്റ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇടുക. അതൊക്കെ 1/4 കിലോ ആണ് ഇട്ടു. പച്ചക്കറികളൊക്കെ 1/4 കിലോ ആണ്. ഇത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ നല്ലോണം കഴുകണേ, അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഇടുക. ഇത് തക്കാളിയാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും തീരെ ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. നല്ലോണം ചൂടാക്കുക. ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക്. ഇത് ക്യാപ്സിക്ക ലാസ്റ്റ് ഇട്ടാൽ മതി, അതിന് ശേഷം ഇട്ടാൽ മതി നമ്മളെ പച്ചപ്പട്ടാണി കുക്കറിൽ വേവിച്ചതാണ്. ഒരു 5 സ്റ്റീം വേവിച്ചിട്ടുള്ള പച്ചപ്പട്ടാണി. കുറച്ച് മല്ലിയുടെ ഇലയും പുതിനൻ്റെ ഇലയും കുറച്ച് ഇടുക ഈ സമയത്ത്. ഇതാണ് പച്ചപ്പട്ടാണി, അതിൽ ഇടുക. ഏറ്റവും ലാസ്റ്റ് ഇടണം, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോയി പോകും. ഇതാണ് പച്ചപ്പട്ടാണി. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് റോസ് വാട്ടറിൻ്റെ അതും ഇടുക, 1 സ്പൂണ് പഞ്ചസാര ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഹാഫ് പാർട്ടാക്കിയിട്ടുണ്ട്. 2 പാർട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് 2 പാർട്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ തന്നെ ഇത് ഹാഫ് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിൻ്റെ കംപ്ലീറ്റ് പരത്തി വെച്ചിട്ടുണ്ട്.
ഇത് റോസ് വാട്ടർ ആദ്യം എൻ്റെ മുകളിൽ സ്വറപ്പിടുക, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടുക, പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും അതിൻ്റെ മുകളിലേക്ക് ഒറ്റിച്ചിട്ട് നമ്മുടെ നൂൽപുട്ടിൻ്റെ ഇടിയപ്പം 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലത്തെ ഒരു പാർട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പരത്തിയിട്ടിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ റോസ് വാട്ടർ ഒറ്റിക്കുക, മല്ലിച്ചപ്പിൻ്റെ ഇല, പുതിനേൻ്റെ ഇല, അതിൻ്റെ മുകളിൽ ഈ മസാല ഇടുക, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും മല്ലിയില ഇടുക, പുതിന ഇല ഇടുക, കുറച്ച് നെയ്യ് ഇടുക, പിന്നെ അതിൻ്റെ ടോപ്പിൽ ബാക്കിയുള്ള നൂൽപുട്ട് ഇടുക, റോസ് വാട്ടർ ഒറ്റിക്കുക, നെയ്യും സ്വല്പം ഒഴിക്കുക, എന്നിട്ട് അടച്ചിട്ടൊരു 5 മിനിറ്റ് ചെറുതീയിൽ വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞതാണ്. ഇതിനെ ഇനി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക, കംപ്ലീറ്റ് എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്നിട്ടൊരു അടച്ചു വെക്കുക. അടച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ നല്ലത്. ഇപ്പോൾ കംപ്ലീറ്റ് അതൊക്കെ കഴിഞ്ഞ് മിക്സിങ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഭക്ഷണം ഞാൻ വിളമ്പാൻ പോവാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇനി വേറെ എന്തെങ്കിലും വെജിറ്റബിൾ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെജിറ്റബിൾ ഇടുകയും ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, യാത്രകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.